ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസയുടെ ഭർത്താവായി സൂര്യയുടെ പേര് ഭാവന തന്നെ എഴുതി കൊടുക്കുകയാണ് ഡോക്ടർക്ക്. അത് കാണുന്ന സമയത്ത് സൂര്യക്ക് നല്ല ദേഷ്യം വരികയാണ്. ഡോക്ടറെ കണ്ട ശേഷം ഭാവനയും സൂര്യയും മാനസയും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. ആ സമയത്തൊക്കെ സൂര്യ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം അമ്മയാണ് എന്ന് പറയാണ്. അപ്പോൾ മാനസ പറയണേ, ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, ഇതാണ് മുതിർന്നവർ പറയുന്നതൊക്കെ കേൾക്കണം എന്ന് പറയുന്നത്. എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ കൊണ്ടാണ് പറയുന്നത് എന്ന് പറയണം. അങ്ങനെ മാനസയ്ക്കും അതൊരു വിഷമം പോലെ ആകുന്നൊക്കെ ഉണ്ട്. പിന്നീട് വീട്ടിലെത്തിയ ശേഷം ജയനിർമ്മലയാണെങ്കിലും മനസ്സിൽ ഓരോ പ്ലാനുകൾ കണക്ക് കൂട്ടുകയാണ്. മാനസയുടെ പണിക്കാരിയാക്കി മാറ്റും ഞാൻ ഭാവനയെ എന്നൊക്കെയാണ് ജയനിർമ്മല മനസ്സിൽ ഓരോ പ്ലാനുകളൊക്കെ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ജയനിർമ്മല മാനസയെ വല്ലാതെ കെയർ ചെയ്യുകയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ ആണെങ്കിലും ഒരക്ഷരം പോലും മിണ്ടാതെ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ സൂര്യയോട് ജയനിർമ്മല ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താ ഇത്ര ദേഷ്യത്തോടു കൂടി പോകുന്നത്? ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇത്ര ദേഷ്യമുണ്ടായിരുന്നല്ലോ, ഇതെന്ത് പറ്റി ഇവന് എന്നൊക്കെ ജയനിർമ്മല ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഭാവനയെ ഒന്നുമില്ല ആൻറ്റി എന്നങ്ങ് പറയുകയാണ്. അങ്ങനെ മാനസയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ഒരു കുഴപ്പവുമില്ല, നല്ല ഡോക്ടറാണ് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ഭാവന പറയുന്നത്. അപ്പോൾ മാനസയെ ഇനി എന്നാണ് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ജയനിർമ്മല ചോദിക്കുകയാണ് ഭാവനയോട്. ഇനി 2 ആഴ്ച കഴിഞ്ഞാലാണ് ചെക്കപ്പിന് പോവേണ്ടത് എന്ന് പറഞ്ഞ ശേഷം മാനസയും കൂട്ടി ജയനിർമ്മല അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ജയനിർമ്മല മാനസയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് വരികയാണ്. അപ്പോൾ മാനസയാണെങ്കിലോ ഛർദ്ദിക്കാൻ വന്നിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ജയനിർമ്മല ആ ജ്യൂസ് അവിടെ വെക്കുകയാണ്. അപ്പോഴത്തേക്കും ഭാവന അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഭാവനയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തോന്നുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ജ്യൂസാണ് കേട്ടോ എടുത്ത് കുടിക്കുന്നത്. വെള്ളക്കുപ്പിയിൽ നോക്കുന്ന സമയത്ത് വെള്ളം കാണാത്തത് കൊണ്ടാണ് ആ ജ്യൂസ് എടുത്ത് ഭാവന കുടിക്കുന്നത്. അങ്ങനെ ഭാവന കുടിക്കുന്നത് കണ്ടുകൊണ്ട് വരികയാണ് ജയനിർമ്മല. എന്നിട്ട് ഭാവനയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ. നീ മറ്റുള്ളവർക്ക് കൊണ്ടുവച്ച ജ്യൂസാണോ നീ കുടിക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഭാവന തന്നെ ആകെ അതിശയിച്ച് പോവുകയാണ്. ഇതെന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ ഭാവനയ്ക്ക് അത് നല്ല വിഷമം വരികയാണ്. എന്നിട്ട് എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഈ ജ്യൂസ് കുടിച്ചത് എനിക്ക് വെള്ളത്തിന് ദാഹിച്ച സമയത്ത് ഞാൻ വെള്ളം കണ്ടില്ല ഇവിടെ, അതുകൊണ്ടാണ് ഈ ജ്യൂസ് എടുത്ത് കുടിച്ചത് എന്ന് പറയട്ടോ. വെള്ളമില്ല എന്ന് കരുതിയിട്ട് ഞാൻ മാനസക്ക് കൊണ്ടുവച്ച ജ്യൂസായിരുന്നു, അതാണോ നീ എടുത്ത് കുടിക്കേണ്ടത് എന്ന് വീണ്ടും ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇതെന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇവിടെ അങ്ങനെ വേർതിരിവൊന്നും കാണിക്കാറില്ലല്ലോ, ഇപ്പോൾ എന്ത് പറ്റി? ആൻറ്റിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം, അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ അപ്പോഴൊക്കെ ജയനിർമ്മല ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഭാവനയെ നോക്കുന്നത്. സൂര്യയെയും മാനസയെയും ഒന്നിപ്പിക്കണം, എന്നിട്ട് ഭാവനയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്നുള്ള ചിന്തയാണ് ജയനിർമ്മലയുടെ മനസ്സിൽ. അതിനുവേണ്ടി ഭാവനയെ എത്രത്തോളം അധികം മനസ്സ് വേദനിപ്പിക്കാൻ കഴിയുമോ അത്രയും ഞാൻ വേദനിപ്പിക്കും എന്നുള്ള ചിന്തയാണ് ജയനിർമ്മലയുടെ മനസ്സിലുള്ളത്. അപ്പോഴത്തേക്കും മാനസ വരികയാണ്. എന്നിട്ട് മാനസ പറയണേ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട ആൻറ്റി, കാരണം ഞാനിപ്പോൾ ഛർദ്ദിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ നല്ല ക്ഷീണമാണുള്ളത്, എനിക്കൊന്ന് കിടക്കാനാണ് തോന്നുന്നത്, എനിക്കൊന്നിപ്പോൾ കഴിക്കാൻ വേണ്ട എന്നൊക്കെ പറയണേ. അങ്ങനെ മാനസയെ നല്ല സ്നേഹത്തോടു കൂടി ജയനിർമ്മല നേരെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഭാവനയുടെ അടുത്തേക്ക് വീണ്ടും ജയനിർമ്മല വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണം, എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഭാവന പറയുന്നത്. ആ സമയത്തൊക്കെ ജയനിർമ്മല ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഭാവനയോട് ദേഷ്യത്തോടു കൂടി നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഭാവന നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് സൂര്യ ആണെങ്കിലോ ഡോക്ടറുടെ മുന്നിൽ ഭാവന മാനസയുടെ ഭർത്താവായി സൂര്യയുടെ പേര് എഴുതി കൊടുത്തത് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ദേഷ്യം ഇങ്ങനെ വരികയാണ്. ഈ പോക്ക് ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാക്കുന്നത് എന്നുള്ള ആ ഒരു ടെൻഷനാണ് സൂര്യയുടെ മനസ്സിലുള്ളത്. അങ്ങനെ ജയനിർമ്മല സൂര്യയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ദേഷ്യപ്പെടാതെ അമ്മയും മാനസയും കൂടി ചെയ്തു വെച്ച ഓരോ പ്രവൃത്തി കൊണ്ട് ഞാനാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് എന്ന് പറയണം. അപ്പോൾ എന്താ ഉണ്ടായത് അതിനെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറുടെ മുന്നിൽ മാനസയുടെ ഭർത്താവ് വേണ്ടി വന്നു, അത് എഴുതി കൊടുത്തത് ഭാവനയാണ് എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് കേട്ടോ ജയനിർമ്മല. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ജയനിർമ്മല നിൽക്കുന്നത്. എന്നിട്ട് ജയനിർമ്മല പറയുകയാണ്, നിനക്ക് കുഞ്ഞിനെ കിട്ടണമെങ്കിൽ കുറച്ച് ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, അതിന് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വരും, അതിന് ആ കുഞ്ഞിപ്പോൾ നിന്റെ കുഞ്ഞാണെന്ന് എന്താ അത്ര ഉറപ്പ് എന്നങ്ങ് പറയുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ ഒച്ച എടുത്ത് സംസാരിക്കുകയാണ്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ജയനിർമ്മല കാണിക്കുന്നതെല്ലാം തന്നെ ശരിയാണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ സൂര്യ പറയാണ്, ഇതൊക്കെ അച്ഛൻ അറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് അമ്മയ്ക്ക് അറിയുമോ? അതിനെന്തിനാ നീ അച്ഛനെ അറിയിക്കാൻ
വരാൻ പോകുന്നത് അച്ഛനെ നിന്നും പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത് കൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോൾ അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ ഇവിടെ നിൽക്കില്ല. ആ മാനസയുടെ അച്ഛനും അമ്മയും എന്തൊക്കെയാണാവോ ഇനി കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അമ്മയൊക്കെ ഒന്ന് കരുതിയിരുന്നോളൂ. ഇതിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പേരുദോഷം വരാനൊക്കെ കാരണമാവുകയാണ്. ഇതെല്ലാം അമ്മയും മാനസയും കൂടി എടുത്തു ചാടി ഓരോന്ന് ചെയ്തു വെച്ചത് കൊണ്ടാണ് എന്ന് പറയാണ്. അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട്, അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കിവിടെ എൻ്റെ അനന്തരാവകാശിയായിട്ട് ഒരു കുഞ്ഞിനെ വേണം. അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞ് ജയനിർമ്മല അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് സൂര്യക്ക് നല്ല ദേഷ്യം വരികയാണ്. ഈ അമ്മയെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ സൂര്യ ജയനിർമ്മലയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് അസുഖം വന്നതാണ്, അതുകൂടി അമ്മ ഓർക്കണം. അമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷനൊന്നും താങ്ങാൻ കഴിയില്ല. അത് സ്വാമിജി പ്രത്യേകം പറഞ്ഞത് അമ്മ ഓർക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ടെൻഷനുമില്ല, ഞാനിപ്പോൾ നല്ല സന്തോഷത്തിൽ തന്നെയാണ് എന്നൊക്കെ സൂര്യയോട് ജയനിർമ്മല പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ സമയത്ത് പ്രസീതയും അജയനും കൂടിയിട്ട് അനിരുദ്ധൻ പറഞ്ഞ വക്കീലിനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആ വക്കീലാണെങ്കിലോ ഭാവനയോടും സൂര്യയോടും ദേഷ്യമുള്ള പകയുള്ള വക്കീലായിരിക്കും. അങ്ങനെ മാനസയുടെ കാര്യങ്ങളൊക്കെ വിശദമായി അജയനും പ്രസീതയും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് അവരെ കൊടുക്കാൻ ഒരു വഴിയായി എന്നിങ്ങനെ ചിന്തിക്കുകയാണ് വക്കീൽ. എന്നിട്ട് വക്കീൽ പറയുകയാണ്, എനിക്ക് ഭാവനയും സൂര്യയും എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കലിപ്പ് കൂടി വരികയാണ്. എൻ്റെ അനിയനോട് അവരൊക്കെ ചെയ്ത് കൂട്ടിയതിനൊക്കെ എനിക്ക് കണക്ക് തീർക്കാൻ പറ്റിയ ഒരു അവസരമാണ് എന്ന് വക്കീൽ പറയാണ്. എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും വനിതാ കമ്മീഷന് കേസ് കൊടുത്തോളൂ. അവർ ഉറപ്പായും ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവർക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും. അത്രയ്ക്ക് വലിയ തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് എന്തായാലും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് വക്കീൽ പറയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി അജയനും പ്രസീതയും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള സന്തോഷത്തിലാണ് അവർ തിരിച്ചു പോകുന്നത്. പിന്നീട് രാത്രിയാകുന്ന സമയത്ത് മാനസ നല്ല ഉറക്കത്തിലായിരിക്കും. ആ സമയത്ത് മാനസ വീണ്ടും ഇതുപോലെ സ്വപ്നങ്ങൾ കാണുകയാണ് കേട്ടോ. അതും ദുസ്വപ്നം കാണുകയാണ്. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന് കൊല്ലാൻ വരുന്നു എന്നുള്ള സ്വപ്നമാണ് വീണ്ടും മാനസ കാണുന്നത്. ആ സമയത്ത് മാനസ അങ്ങ് അലറി വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു സൗണ്ട് കേട്ട് അവിടേക്ക് ജയനിർമ്മല വരികയാണ്. അപ്പോഴത്തേക്കും ഈ ഒരു സൗണ്ട് കേട്ട് സൂര്യയും താഴേക്ക് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ ജയനിർമ്മല പറയുകയാണ് സൂര്യയോട്, സൂര്യ ഇനി ഇവളുടെ തൊട്ടടുത്ത് ഇരിക്കുക, ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കി വരാമെന്ന് പറഞ്ഞ് വീണ്ടും അതേപടി തന്നെ ജയനിർമ്മല ഇങ്ങനെ ഒരു കളി കളിക്കുകയാണ്. അങ്ങനെ ജയനിർമ്മല പോവാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താണ് കേട്ടോ അവിടേക്ക് ഭാവന വരുന്നത്. അപ്പോൾ ഭാവന വരുന്ന സമയത്ത് സൂര്യയെ മാനസ ഇറുക്കി പിടിച്ച് തോളോട് ചാരിയിരിക്കുന്നത് കാണുകയാണ്. അത് കാണുമ്പോൾ ഭാവനയുടെ മനസ്സിലേക്ക് അങ്ങ് വിഷമം വരികയാണ് കേട്ടോ. ഭാവന പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് ഭാവന ചോദിക്കുകയാണ്, എന്താണ് സൂര്യ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഭാവനയെ കാണുന്ന ജയനിർമ്മലയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് ഒന്നുമില്ല, മാനസ ചെറുതായിട്ടൊന്ന് പേടിച്ചതാണ്, നീ പോയിട്ട് കുറച്ച് കാപ്പി എടുത്തുകൊണ്ട് വായോ എന്ന് പറയാട്ടോ. അപ്പോൾ ഞാൻ ഇരുന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, സൂര്യ തന്നെ ഇരുന്നോളും, നീ പോയി കാപ്പി ഇട്ടുകൊണ്ട് വായോ മാനസയ്ക്ക് എന്ന് പറഞ്ഞ് ഭാവനയെ മാനസയുടെ വേലക്കാരിയാക്കാനുള്ള ശ്രമങ്ങൾ ജയനിർമ്മല നടത്തുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സൂര്യയ്ക്ക് ചെറുതായിട്ടൊരു വിഷമം വരുന്നുണ്ട്. ഇതെന്തിനൊക്കെയുള്ള പുറപ്പാടാണ് അമ്മ ഈ കാണിക്കുന്നത് എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഭാവനയ്ക്ക് നിർമ്മലയെ സൂര്യയെ എന്നിൽ നിന്നും അകറ്റാനുള്ള ആ ഒരു ശ്രമമാണ് എന്നൊക്കെ ഭാവനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഭാവനയെ കാണുന്ന സമയത്ത് മാനസ ഇങ്ങനെ സൂര്യയെ ഇറുക്കി പിടിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കാകെ പേടിയാവുന്നു ഭാവന, എൻ്റെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന് കൊല്ലാൻ വരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്, എനിക്കാകെ പേടിയാവുന്നു എന്നും പറഞ്ഞ് മാനസ കിട്ടിയ അവസരം നന്നായിട്ട് തന്നെ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യയെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേട്ടോ മാനസ ഇരിക്കുന്നത്. അത് കാണുന്ന സമയത്ത്, മാനസയെ കാണുന്ന ആ സമയത്തൊക്കെ ഭാവന ഇവൾ അഭിനയിക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത പിന്നീട് വരികയാണ്. മാനസയുടെ അടുത്ത് ഭാവന ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്ത് ജയനിർമ്മല തടയുകയാണ്, നീ പോയി ചായ ഇട്ടുകൊണ്ട് വായോ മാനസിക്ക് കുടിക്കാനുള്ളത്, ഇപ്പോൾ തൽക്കാലം സൂര്യ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ ഭാവനയെ അവിടെ നിന്നും പറഞ്ഞയക്കാനുള്ളൊരു കളി ജയനിർമ്മല നടത്തുകയാണ്. പിന്നീട് ഗായത്രിയെ കാണാൻ വേണ്ടി ഭാമ ഓടി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച് വെപ്രാളപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, എന്താണ് ഭാമേ, നിനക്ക് വീണ്ടും അംബാലികയുടെ വീട്ടിൽ പ്രശ്നം
പ്രശ്നം തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിനൊന്നുമല്ല അമ്മേ വന്നത്, ഞാനൊരു കാര്യം അറിഞ്ഞു, അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താ നീ അറിഞ്ഞത്? കാര്യം അറിഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ മാനസയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് സൂര്യയുടെ പേരാണ് റെക്കോർഡ് ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അതും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണ്. അവർ ഡോക്ടറെ കാണാൻ വേണ്ടി ചെക്കപ്പിന് വേണ്ടി വന്നിരുന്നത്രേ. ആ സമയത്ത് മാനസയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് സൂര്യേട്ടൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗായത്രിയൊക്കെ ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, ഇതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഇത് എല്ലാവരും ചേർന്ന് കളിക്കുന്ന ഒരു നാടകമാണ്. ഭാവനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു കളിയാണ്. ഇങ്ങനെയാണെങ്കിൽ സൂര്യ വൈകാതെ തന്നെ ഭാവനയെ ഉപേക്ഷിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സേതു പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗായത്രി പറയും, ഇല്ല സേതു, നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെ ഒരിക്കലും സൂര്യക്കുഞ്ഞ് ചെയ്യുകയില്ല. അത്രയ്ക്കധികം ഭാവനയെ മനസ്സിലാക്കിയ ആളാണ്. പിന്നെ ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് മാനസയുടെ അച്ഛനും അമ്മയും ആണല്ലോ കാരണം. അതുകൊണ്ട് നീ ചിന്തിക്കുന്നത് പോലെയൊന്നും വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ഇങ്ങനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഗായത്രി തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുകയാണ്. അപ്പോൾ ഗായത്രിയുടെ മനസ്സിലൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി എൻ്റെ മോളെ ചതിക്കുമോ എന്നുള്ള ഭയം വരികയാണ്.